ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു ഓണക്കാലാണല്ലേ. അപ്പോൾ ഈ ഓണക്കാലത്ത് നമ്മുടെ പഴയ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നൊരു ചെടിയാണ് സൺബൽ ചെടി. ഈ ചെടിക്ക് ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ പറയാമെന്നറിയില്ല, ഇതിന് എന്തൊക്കെയോ പേരുണ്ട്. പക്ഷെ നമ്മളിവിടെ സൺബൽ എന്നാണ് പറയുന്നത്. ആ ഫ്ലവറിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും. പൂമുറ്റം ചാനലിൻ്റെ പുതിയൊരു വീഡിയോ ഇന്ന് സൺബൽ ചെടികളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. പൂമുറ്റം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളൊരു ചെടി ചാനലാണ്. ചെടികളും പൂക്കളും ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടമാവും. അപ്പോൾ ഓറഞ്ച് പൂക്കളും ഇരുണ്ട ഇലകളും ചേർന്ന ഒരു ചെടിയാണ് ഈ ഒരു നമ്മുടെ വീട്ടിലെ എല്ലാ വീട്ടിലും ഈ ഒരു ചെടി ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇപ്പോൾ ഈ ചെടിയൊന്നും കാണാനേ ഇല്ല. ഓണക്കാലത്ത് നമുക്ക് ഈ ചെടികളൊക്കെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. എന്തെന്ന് വെച്ചാൽ പൂക്കൾ കുറച്ചുകൂടി ഷോ ചെയ്യുകയും നമ്മൾ കുറച്ചുകൂടി വലിയ പൂക്കൾ ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ പണ്ടത്തെ ഓർമ്മകളിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുന്നൊരു ചെടിയാണിത്. അപ്പോൾ പൂ കാണുമ്പോൾ തന്നെ പഴയ ഒരു ഓണക്കാലും പൂക്കൾ പറിക്കാൻ പറമ്പുകളിൽ ഓടി നടന്നതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരിക. അങ്ങനെയുള്ള ഓർമ്മകൾ നിങ്ങൾക്കും കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മെസ്സേജ് അയക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എന്തെന്ന് വെച്ചാൽ ഈ ഒരു ചെടിയുടെ പ്രത്യേകതയും അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമാണ് പറയുന്നത്. പിന്നെ ഈ ഒരു പ്ലാന്റ് എല്ലാവരും നിലത്ത് കുഴിച്ചിടും, പോട്ടിൽ കുഴിച്ചിടും. പക്ഷെ എന്നാലും അതൊരു ഹാങ്ങിങ് പോട്ടിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കുന്നു ഭയങ്കര ഭംഗിയാട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നും കൂടി ഈ വീഡിയോയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അവസാനം വരെ കണ്ടാൽ എല്ലാം കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇതിനെ കുറച്ച് കാര്യങ്ങളോട് പറയാം അല്ലേ. വെയിലത്തും മഴയത്തും അത്യാവശ്യം നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഈ ലീഫിൻ്റെ ഭംഗി തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ലീഫ് പോലത്തെ ഒന്ന് ഡാർക്ക് ഗ്രീനാണ് ഇലയുടെ മുകൾ ഭാഗം വരുന്നത്. പക്ഷേ ഇലയുടെ അടിഭാഗം വയലറ്റ് കളറിലാണ് വരുന്നത്, പേർപ്പിൾ കളറിലാണ് അടിഭാഗം വരുന്നത്. ഭംഗിയുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ. ഇതിൻ്റെ മൊത്തത്തിൽ ഈ ഇലയുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. അങ്ങനെ ഒരു നല്ല വെൽവെറ്റ് എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇതിൻ്റെ ലീഫൊക്കെ തൊടാനുള്ളത്. അപ്പോൾ നല്ലൊരു ടെക്സ്ചറാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയും ഇതിൻ്റെ ഈ ഡാർക്ക് കളറില്ലേ അത് നല്ലൊരു ഫീലാണ് നമുക്ക് തരുന്നത്. പൂക്കളും ഇലകളും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ചെടി കാണാൻ. പൂക്കൾ ശരിക്കും പറഞ്ഞാൽ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ഇതാണ്, ഒരു ക്യൂബ് ഷേപ്പാണ് പൂക്കൾ വരുന്നത്. അതിൻ്റെ ആ ഒരു ലുക്ക് തന്നെ ഒരു പ്രത്യേക അട്രാക്ഷനാണ് നമുക്ക് തരുന്നത്. പിന്നെ ഈ ഒരു പൂ വിരിഞ്ഞാലും 2-3 ദിവസമൊക്കെ പൂക്കൾ നിൽക്കും, പെട്ടെന്ന് കൊഴിഞ്ഞു പോകത്തില്ല. പിന്നെ ഇതൊരു ഫ്ലവർ കപ്പിൻ്റെ ഉള്ളിലായിട്ട് പൂക്കൾ വരുന്ന പോലെയാണ് വരുന്നത്. ഓറഞ്ച് ഫ്ലവർ കപ്പ് ഉണ്ട്. ഈ പൂക്കൾ പൊഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലവർ കപ്പ് ഡാർക്ക് കളറായിട്ട് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. ഈ പൂക്കളെ താങ്ങി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലവർ കപ്പാണ്. അപ്പോൾ ഈ ഫ്ലവർ കപ്പ് ഏകദേശം 1 മാസമൊക്കെ നിൽക്കും. പൂക്കൾ 2-3 ദിവസമാണെങ്കിലും ഫ്ലവർ കപ്പ് 1 മാസമൊക്കെ നിൽക്കും. ഇതിന് പറയുന്നത് കാലിസ് എന്നാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനുള്ള. പൂക്കൾ എന്ന് വെച്ചാൽ മഞ്ഞ നിറത്തിലുള്ള ഒരു നല്ല ഷൈനിങ് ലീഫാണ് എപ്പോഴും. അപ്പോൾ ഫ്ലവർ പൊഴിഞ്ഞു പോയാൽ ഈ ഫ്ലവർ കപ്പിൻ്റെ ഷോ കൊണ്ട് ചെടി എപ്പോഴും ഷോ ചെയ്ത് നിൽക്കും. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പൂക്കൾ കൊഴിയുമ്പോൾ ഈ ഫ്ലവർ കപ്പ് കൂടുതൽ ഡാർക്കായിട്ട് കൂടുതൽ ഷോ ചെയ്യുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു കളറായതുകൊണ്ട് ആരായാലും ഈ ചെടിയിലേക്ക് ഒരു വട്ടെങ്കിലും നോക്കാതെ പോകത്തില്ല. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആളുകൾ പണ്ട് കാലങ്ങളിൽ നിറയെ വെച്ചിരുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ പലയിടത്തും ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നല്ല വെയിൽ വേണ്ട ഒരു ഷെയ്ഡിലൊക്കെ ഇത് വെക്കുമ്പോഴാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത്. പിന്നെ ഒരുപാട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇലകളിൽ ഹോൾസ് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് കേട്ടോ. അപ്പോൾ മഴക്കാലത്തൊക്കെ ചില സമയത്ത് ചീഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഒരു കിഴങ്ങുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ചെടി ഒരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല എന്നാണ് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു വാട്ടറിങ്ങിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഡെയിലി വെള്ളമൊന്നും കൊടുത്തില്ലെങ്കിലും നന്നായിട്ട് വരുന്ന ഒരു ചെടിയാണ്. പിന്നെ ഒരു പോട്ട് മിക്സ് കാണിച്ചു തരാം. ഈ ഒരു പോട്ട് മിക്സിലാണ് ഞാൻ ഹാങ്ങിങ് പോട്ടായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്ന ഒരു പോട്ട് മിക്സാണിത്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് പോട്ട് മിക്സായി തോന്നിയ പോട്ട് മിക്സാണ്. കുറച്ച് ചരൽ കൂടിയ മണ്ണാണ് ഞാൻ എടുക്കുന്നത് എപ്പോഴും. അതിലേക്ക് കുറച്ച് ഉമി എപ്പോഴും ഞാൻ ഉമി ഇപ്പോൾ ഇടാറുണ്ട്. കാരണം മണ്ണ് വേറിട്ട് നിൽക്കാനും റൂട്ട് റോട്ട് ഒട്ടും വരാതിരിക്കാനും പെർഫെക്റ്റാണ് ഉമി. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഉമി കൊടുക്കുന്നുണ്ട് ചാനലിലൂടെ. പോട്ട് മിക്സും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ പിന്നെ ഒരു പിടി ചകിരിച്ചോറ് ഇടാറുണ്ട്. പിന്നെ ഓർഗാനിക് വളം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഈ 3 കാര്യങ്ങൾ മിക്സ് ആയിട്ടുള്ള പൗഡറും ഇടും. ഇതാണ് നമ്മുടെ ഒരു പൊട്ടി മിക്സ് വരുന്നത്. വളരെ ഡ്രൈനേജ് ഹോൾ ക്ലിയർ ആക്കി വെക്കാറുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പൊട്ടി മിക്സാണിത്. അപ്പോൾ പിന്നെ ഈ ഒരു പൊട്ടി മിക്സിലൊക്കെ വേണമെങ്കിൽ വേപ്പിൻ പിണ്ണാക്കൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും നശിച്ചു പോകാത്തൊരു ചെടിയാണിത്. പക്ഷെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടി മിക്സിൽ വെക്കുക. പിന്നെ ഫെർട്ടിലൈസർ എന്തെങ്കിലും കൊടുത്താൽ നല്ലത്. കമ്പോസ്റ്റ്, ചാണകപ്പൊടി പോലുള്ള കാര്യങ്ങൾ മതി. ഒരു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യമില്ല. ജൈവവളങ്ങൾ മാത്രം മതി. പിന്നെ പെസ്റ്റ് കൺട്രോൾ എപ്പോഴും എന്തെങ്കിലും ഒന്ന് നീം ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. നല്ലൊരു ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഹാങ്ങിങ് പോട്ടിലേക്ക് ഇത് വെച്ച് അധികം ആരും ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ ഞാനിത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്താൽ ഭംഗിയായിരിക്കും എന്ന് തോന്നിയപ്പോൾ ഞാനങ്ങനെ സെറ്റ് ചെയ്തതാണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു ഹാങ്ങിങ് പോട്ടിലേക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തപ്പം നല്ല ഷോ ചെയ്യണില്ലേ? അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ചെടിയാണ്. വലിയ കെയർ ഒന്നും വേണ്ട. വളരെ ചെറിയ രീതിയിലുള്ള കെയർ കൊണ്ട് തന്നെ നല്ല പൂക്കളായിട്ട് നല്ല ഭംഗിയായിരിക്കുന്ന ചെടിയാണ്. പിന്നെ ഒരുപാട് ഹൈറ്റിലൊന്നും പോവില്ല. 1 അടി മുതൽ 1.5-2 അടി വരെ ഹൈറ്റ് മാത്രമാണ് ഈ ചെടി ഹൈറ്റ് വെക്കുന്നത്. വളരെ സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. വളവും അത്രയൊന്നും വേണ്ട. ഫസ്റ്റായിട്ട് ആരെങ്കിലും ചെടി വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബെസ്റ്റ് ചോയ്സാണിത്. എന്ന് വെച്ചാൽ വലിയ കെയറിങ് ഒന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കാലത്തും പൂക്കളുണ്ടാവും. പൂക്കളില്ലാത്തൊരു കാലം ഇല്ല. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഹാങ്ങിങ് പോട്ടായിട്ട് വെക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നോർമൽ പോട്ട് എടുക്കുക, ഏത് പോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ പൂക്കൾ വന്നാൽ തന്നെ ഒരുപാട് ദിവസം ഈ ഒരു കപ്പ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ പൂവിന് ചെടികളെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ ചെറിയൊരു വെയിലിൽ തന്നെ നിറയെ പൂക്കളുണ്ടാവും. അധികം വെള്ളമൊന്നും കൊടുക്കണ്ട. വെള്ളമൊക്കെ കൊടുത്ത് കൂടിക്കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോകും. അപ്പോൾ ഉമ്മിയൊക്കെയുള്ള പോട്ടി മിക്സ് ആകുമ്പോൾ ചെടി ഒരിക്കലും ചീയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ എല്ലുപൊടിയോ, സാധാരണ ഓർഗാനിക് വളം മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾ മറ്റ് വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഒന്ന് ഹാങ്ങിങ് ബോട്ടായിട്ട് സെറ്റ് ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു. ബൈ ബൈ.